Hi everyone, welcome to Neo Home Tuitions. Okay, so what's up? Yeah, okay, good, fine. Okay then. Is there anything special? Nothing. So are you ready for your classes? Yes. Is it? Okay, very good, smart. Okay then. So we were just discussing about what we were discussing about? Yes, we were just discussing about the chapter limits and derivatives, and in that we were learning about the different methods of finding the limits. Is it? അപ്പോൾ നമ്മൾ എത്ര മെത്തേഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു? 4 മെത്തേഡ്സ് ഉണ്ട്. Is it? So factorization, rationalization, substitution method. ആദ്യത്തെ substitution method ആയിരുന്നു അല്ലേ? So substitution method. So we had learned what is substitution method, and just in the previous class we were discussing about the factorization method അല്ലേ? Factorization method ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യനും ചെയ്തിരുന്നു. അതാണ് ഈ എക്സാമ്പിൾ 1. Is it? We were just discussing about this example 1 question. So is it clear for you all the things which we had learned in the previous class? Clear? Okay then. Is there any doubts? No. Had you practiced the questions? Yes? Okay, I trust you. Okay, I trust you that you will be practicing and you are good students. So keep it up. So we are going to discuss a few more questions on the factorization method. Okay. So next the question is, second question is, limit x tends to 3, x minus 3 root of x mod of x square minus 9. Okay. This is the question. ഇതാണ് question എന്താ തന്നിട്ടുള്ളത്? Limit x tends to 3, x minus 3 and whole divided by root of mod of x square minus 9. ഈ സിമ്പിൾ mod ആണെന്ന് അറിയുന്ന എല്ലാവർക്കും വിചാരിക്കുന്നു. Okay. And then എങ്ങനെ നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാം? നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഫാക്ടറൈസേഷൻ മെത്തേഡാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു മാക്സിമം സിംപ്ലിഫൈ ചെയ്തിട്ട് ക്യാൻസലേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്തിന്റെ ഫോം ആയിരിക്കും വരിക? ന്യൂമറേറ്ററും 0 കിട്ടും, ഡിനോമിനേറ്ററും 0 എന്ന് കിട്ടും. സോ അങ്ങനെ വരാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം ഫാക്ടറൈസേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? ഓക്കെ, then we will see. Okay. അപ്പോൾ ഇതാണ് ലിമിറ്റ് x tends to 3, x minus 3 divided by root of mod of x square minus 9. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇതിനെ എങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്തിരിക്കുന്നത് നോക്കൂ. അതായത് ഇപ്പോ വെറും ഒരു ടേം എന്ന് പറയുന്നത് x ആണ് നമ്മുടെ ഒരു ടേം എങ്കിൽ ഇതിനെ എങ്ങനെ എഴുതാം നമുക്ക്? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? Is it? Because റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് തന്നെയാണ് അല്ലേ? സോ അതുകൊണ്ട് നമുക്ക് എക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സിംപ്ലി കിടക്കുന്ന ഒരു ടേമിനെ നമുക്ക് റൂട്ടിന്റെ ടേംസിലാക്കിയിട്ട് എഴുതിക്കൂടെ? ഇങ്ങനെ എഴുതിക്കൂടെ? Is it? അതായത് ഇപ്പൊ 2 ആണ് നമ്മുടെ നമ്പർ എങ്കിൽ അതിനെ എങ്ങനെ എഴുതാം റൂട്ടിന്റെ ടേംസിൽ? 2 ആണ് നമ്മുടെ നമ്പർ എങ്കിൽ റൂട്ടിന്റെ ടേംസിൽ എങ്ങനെ എഴുതാം? റൂട്ട് 4 അല്ലേ? ബിക്കോസ് റൂട്ട് 4 എന്ന് പറയുന്നത് എന്താണ്? 2 സ്ക്വയർ ആണ്. സോ റൂട്ടിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമ്പോൾ എന്ത് വരും? 2 എന്ന് വരും അല്ലേ? അപ്പൊ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാൻ പറ്റും. ഒരു സിമ്പിൾ ടേമിനെ അല്ലെങ്കിൽ സിംഗിൾ നമ്പറിനെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാൻ പറ്റും അല്ലെ? അപ്പൊ അതാണ് ഇവിടെ ന്യൂമറേറ്റർ പാർട്ടിൽ ചെയ്തിട്ടുള്ളത്. എക്സ് മൈനസ് 3നെ എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡ് ഓഫ് എക്സ് മൈനസ് 3 ദ ഹോൾ സ്ക്വയർ ഇട്ടിട്ട് ആ ഒരു എക്സ് മൈനസ് 3 ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എക്സ് മൈനസ് 3ക്ക് റൂട്ട് ഇല്ല, അതായത് ന്യൂമറേറ്റർ പാർട്ടിന് റൂട്ട് ഇല്ല. പക്ഷെ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ആ ഒരു എക്സ് മൈനസ് 3നെ നമ്മൾ റൂട്ടിനകത്താക്കി എഴുതി. അപ്പൊ എന്ത് വന്നു? ഇവിടെ ഒരു ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് വന്നു. ഓക്കെ. പിന്നെ മോഡ് ഇപ്പൊ എവിടെ നിന്നാ വന്നു വെച്ചാൽ മോഡ് ഒന്നുമില്ല, സിമ്പിളി അതെന്താ, അതൊരു നമുക്ക് കിട്ടുന്ന ഒരു നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ അത് പോസിറ്റീവ് നമ്പർ ആയിരിക്കും മോഡിനകത്താണ് കിടക്കുന്നതെങ്കിൽ, അത്രേ ഉള്ളൂ. സോ അതിപ്പോ മോഡ് ഇട്ടത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഡിനോമിനേറ്ററിൽ ഒരു മോഡ് തന്നിട്ടുള്ളതാണ് നമ്മൾ ന്യൂമറേറ്ററിലും എന്ത് യൂസ് ചെയ്തിരുന്നു? മോഡ് യൂസ് ചെയ്തത്. അപ്പൊ ക്ലിയർ ആണോ നമ്മൾ എന്താ അവിടെ ചെയ്തിരിക്കുന്നതെന്ന്? അതായത് ന്യൂമറേറ്ററിനെ നമ്മൾ റൂട്ടിന്റെ അകത്താക്കിയിട്ട് എഴുതി. അപ്പൊ ഒരു സ്ക്വയർ ടേം എക്സ്ട്രാ വന്നു. ഓക്കെ, അതായത് സിമ്പിൾ ലോജിക് ആണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ ഡിനോമിനേറ്ററിൽ എന്താ ചെയ്തിരിക്കുന്നത്? എക്സ് സ്ക്വയർ മൈനസ് 9 അല്ലെ? എക്സ് സ്ക്വയർ മൈനസ് 9 എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ മൈനസ് 3 സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു, ഇത് ഏതിന്റെ ഫോമിലാണ്? എ സ്ക്വയർ
മൈനസ് ബി സ്ക്വയർ. അപ്പൊ അതെന്താണ് മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. എക്സ് മൈനസ് ത്രീ ഇൻറ്റു എക്സ് പ്ലസ് ത്രീ. ഓക്കെ, ക്ലിയർ? അപ്പൊ നമുക്ക് എന്ത് സംഭവിക്കും? ഇവിടെയുള്ള ഒരു എക്സ് മൈനസ് ത്രീയും ക്യാൻസൽ ചെയ്തു, ഈ ഒരു എക്സ് മൈനസ് ത്രീയും ക്യാൻസൽ ചെയ്തു പോകും. ബാക്കി എന്താ ഉണ്ടാവുള്ളൂ? എക്സ് മൈനസ് ത്രീ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് ത്രീ. മോഡ് ഉണ്ട്. ഓക്കെ, എക്സ് പ്ലസ് ത്രീ ഇതല്ലേ റിമൈനിങ് ടേം ആയിട്ട് ഉണ്ടാവുള്ളൂ. മോഡ് ഉണ്ട്. ഓക്കെ, എന്നിട്ട് ഇതിൽ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇതാ ചെയ്തിരിക്കുന്നത്. ഓക്കെ, വി ഹാഡ് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ലിമിറ്റ് 0.3 ഇൻ ദിസ് ഗിവൺ in this simplified equation. Okay, അപ്പൊ എന്ത് സംഭവിക്കും? 3 minus 3 divided by 3 plus 3. അപ്പൊ അതെന്താണ്? 3 minus 3 എന്താണ്? 0 ആണ്. 0 by എന്ത് വരും? 0 by 6 എന്ന് പറഞ്ഞിട്ട് വരും. 0 by any number എന്താണ്? 0 by any number it is 0. So the answer you will be getting is 0. Is it clear for you? You have to practice this question by yourself. Okay, then only it will be more clear for you. Okay. Okay then we are moving on to the next. That is finding the limit by rationalization. അതായത് നമ്മൾ ഇത്ര നേരം ഇപ്പൊ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡും പഠിച്ചു, ഫാക്ടറൈസേഷൻ മെത്തേഡും പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് റാഷണലൈസേഷൻ മെത്തേഡാണ്. അപ്പൊ റാഷണലൈസേഷൻ മെത്തേഡ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമ്മൾ അതിന്റെ ഒരു എക്സാമ്പിൾ, ഡെഫിനിഷൻസ് ഒന്നുമില്ല, നമ്മൾ അതൊരു എക്സാമ്പിൾ ആയിട്ട്, നിങ്ങൾക്ക് ഇവിടെ തിയറീസ് അല്ല പ്രോബ്ലംസ് ആണ് പഠിക്കാനുള്ളത്. ഓക്കെ, സോ എക്സാമ്പിൾസിലൂടെ തന്നെ നമുക്കിത് പറയാം എങ്ങനെയാണ് റാഷണലൈസേഷൻ. അപ്പൊ നമ്മൾ ഏത് ക്വസ്റ്റ്യൻസ്, ഞാൻ പറഞ്ഞു 0/0 ഫോമിലൊക്കെ വരുന്ന സമയത്താണ് എന്ത് അപ്ലൈ ചെയ്യേണ്ടത്? ഫാക്ടറൈസേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. അപ്പൊ റാഷണലൈസേഷൻ എപ്പോഴും അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിനോമിനേറ്റർ പാർട്ട് നമ്മൾ ലിമിറ്റ് പോയിന്റ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇപ്പൊ ഇൻഫിനിറ്റി, ഡിനോമിനേറ്റർ പാർട്ട് 0 ആയിട്ട് അത് അവസാനം ആൻസർ എനി നമ്പർ ബൈ 0 എന്താണ്? ഇൻഫിനിറ്റി അല്ലേ? എനി നമ്പർ ബൈ 0, അതായത് ന്യൂമറേറ്ററിൽ ഏത് നമ്പറും ആയിക്കോട്ടെ, ബട്ട് ഡിനോമിനേറ്ററിൽ 0 വരണമെങ്കിൽ അതിന്റെ ആൻസർ എന്തായിരിക്കും? ഇൻഫിനിറ്റി ആണ്. സോ ഇങ്ങനത്തെ കേസസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? റാഷണലൈസേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഇട്ട് കൊടുത്താൽ ന്യൂമറേറ്റർ പാർട്ടിൽ 0 + 1 1 വരും, 1 - 0 1 തന്നെ വരും, പക്ഷെ ഡിനോമിനേറ്റർ ഇട്ട് കൊടുക്കുമ്പോൾ 0 വരും അല്ലെ? ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഈ ക്വസ്റ്റിന് ഡയറക്റ്റ് ആയിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യണമെങ്കിൽ ഡിനോമിനേറ്ററിൽ 0 ആവും. സോ ഡിനോമിനേറ്റർ എനി നമ്പർ ബൈ 0 എന്ന് പറയുന്നത് എന്താണ്? ഇൻഫിനിറ്റി ആണ്. അപ്പൊ നമുക്ക് അവിടെ ഇൻഫിനിറ്റി ആയിട്ട് വരും വാല്യൂ, ലിമിറ്റിന്റെ വാല്യൂ ഇൻഫിനിറ്റി ആയിട്ട് വരും. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റാഷണലൈസേഷൻ പറയുന്ന മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ റാഷണലൈസേഷൻ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ റാഷണലൈസേഷൻ എന്നുകൂടി ഞാൻ പറഞ്ഞു തരാം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എങ്കിൽ റാഷണലൈസേഷൻ എന്താന്ന് പറഞ്ഞാൽ, ഈ റൂട്ടിന്റെ ടേം എവിടെയാണോ വരുന്നത്, ഈ റൂട്ടിന്റെ ടേം, അതായത് റൂട്ടിന്റെ ഇങ്ങനത്തെ ടേംസ് ഏതാണോ വരുന്നത് അതിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് എടുക്കുക. ഓക്കെ, അതായത് എന്താണ് കോൺജുഗേറ്റ് എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ മൈനസ് അല്ലേ? ഈ നമ്പേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്ന സിമ്പിൾ എന്താണ്? മൈനസ് ആണ്. സോ അതിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് എന്ന് പറയുന്ന സമയത്ത് പ്ലസ് വെച്ചിട്ട് ഈ ടേം, ഈ ന്യൂമറേറ്റർ പാർട്ടാണ് നമുക്ക് ഇവിടെ റൂട്ടിന്റെ ഒരു കോംപ്ലക്സ് ടേം ആയിട്ട് വരുന്നത്. അപ്പൊ ആ കോംപ്ലക്സ് ടേമിന്റെ കോൺജുഗേറ്റ് എടുക്കുകയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ആ ടേമിന്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ എന്താ? ഈ മൈനസ് ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് പ്ലസ്, ഇനി പ്ലസ് ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് മൈനസ്. ഓക്കെ, അപ്പൊ പ്ലസ് വെച്ചിട്ട് എന്ത് ചെയ്യാം? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യാം. ഇതാണ് റാഷണലൈസേഷൻ. Okay, you have to take the complex conjugate of the complex term in the given question and then you have to multiply it in the numerator and with the denominator. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അല്ലാണ്ട് വേറെ ഈ ടേംസിലൊന്നും മാറ്റം വന്നിട്ടില്ല. എക്സ് പ്ലസ് 1 ഉം 1 - x തന്നെയാണ്. ആ ഇൻ ബിറ്റ്വീൻ ഉള്ള ആ സൈന് മാത്രം കോൺജുഗേറ്റ് ആക്കി എടുക്കുന്നേ ഉള്ളൂ. ക്ലിയർ? ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു? ഓക്കെ, ഒരു കോംപ്ലക്സ് ടേമിന്റെ കോൺജുഗേറ്റ് എടുത്തിട്ടാണ് നമ്മളവിടെ ചെയ്യുന്നത്, അതുകൊണ്ടാണ്. ഓക്കെ, ഇതാണ് റാഷണലൈസേഷനിൽ ചെയ്യേണ്ട മെയിൻ സ്റ്റെപ്പ്. ഇനി ബാക്കിയെല്ലാം നമ്മുടെ സിംപ്ലിഫിക്കേഷൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും? ഇവിടെ എന്താണെന്ന് നോക്കിക്കോളൂ. എ മൈനസ്, അതായത് ഇവിടെ ഇപ്പൊ റൂട്ടിന്റെ ടേം അല്ലേ, ഞാൻ എ മൈനസ് ബി, ഇവിടെ ഒരു എ മൈനസ് ബി ആണ്, അതേപോലെ ഇവിടെ ഒരു എ പ്ലസ് ബി ആണ് അല്ലെ? ഇത് എ മൈനസ് ബിയും ഇത് എ പ്ലസ് ബി എന്നുള്ള ഫോമിലാണ് കിടക്കുന്നത്. സോ എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്താണ്? എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറയുന്നത് എന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇസ് ഇറ്റ്? സോ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് വരും? റൂട്ട് ഓഫ് എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ മൈനസ് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ അല്ലെ? റൂട്ട് ഓഫ് എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് വരും? അതെന്താവും? റൂട്ട് പോകും അല്ലെ? വെറും എക്സ് പ്ലസ് 1 എന്നാവും. റൂട്ട് ഓഫ് എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് പ്ലസ് 1. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് എക്സ് പ്ലസ് 1 എന്ന്. ഓക്കെ,
എക്സ് പ്ലസ് വൺ എന്ന് എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താവും 1 മൈനസ് എക്സ് എന്നാവും. പിന്നെ ഇവിടെ ഒരു ഇൻ ബിറ്റ്വീൻ ഒരു സൈൻ ഉണ്ട്. ഓക്കെ, അതായത് ഇപ്പോ ഇവിടെ നമ്മുടെ ന്യൂമറേറ്റർ സൈഡിൽ നമുക്ക് കിട്ടിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് പ്ലസ് 1 മൈനസ് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് 1 മൈനസ് എക്സ്. ആ റൂട്ട് ഒന്ന് പോയി കിട്ടി, അത്രേ ഉള്ളൂ. പിന്നെ എങ്ങനെയാണ് ഇത് 1 പ്ലസ് എക്സ് ആയതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത് ഇവിടെ. അപ്പൊ എക്സ് പ്ലസ് 1 അത് അങ്ങനെ തന്നെ എഴുതിക്കോളൂ. എക്സ് പ്ലസ് 1 മൈനസ് നമ്മൾ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോകണം. മൈനസിന് ശേഷം ഏതൊരു ടേം എഴുതുകയാണെങ്കിലും ബ്രാക്കറ്റ് ഇടണം. അത് ഓക്കെ, അതൊരു മസ്റ്റ് ആൻഡ് നെസസറി തിങ് ആണത്. സോ അതെന്താണ് മൈനസ് ഇൻറ്റു പ്ലസ് 1 എന്ന് പറയുന്നത് -1. മൈനസ് ഇൻറ്റു മൈനസ് എന്താണ് പ്ലസ്. സോ പ്ലസ് എക്സ്. അങ്ങനെയാണ് അവിടെ -1 പ്ലസ് എക്സ് എന്നായിരിക്കുന്നത്. ക്ലിയർ ആണോ? ഇതൊക്കെ നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിൽ, അതായത് 10th കുഞ്ഞു ക്ലാസ്സിൽ 10th 9th ആൻഡ് 10th നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇനിയും എന്തെങ്കിലും ഇഫ് യു ഹാവിംഗ് എനി ഫർദർ ഡൗട്ട്സ് യു ക്യാൻ ജസ്റ്റ് ആസ്ക്. ഓക്കെ, ഡൗട്ട്സ് ഉണ്ടോ ഇതിൽ എന്താണ് ചെയ്തിരിക്കുന്നത്? ഇല്ല, ഇറ്റ് ഈസ് ക്ലിയർ. ഓക്കെ ദെൻ. അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇനി നമ്മൾ അടുത്ത സിമ്പിൾ ഡിനോമിനേറ്ററിൽ എന്താ ചെയ്തിരിക്കുന്നത്? ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് പ്ലസ് 1 പ്ലസ് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ്. അത് സിംപ്ലി മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതുപോലെ തന്നെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇത് രണ്ടും ഒന്നും സിംപ്ലിഫൈ ചെയ്യണമെന്നില്ല, അതേപോലെ മൾട്ടിപ്ലൈ ചെയ്ത് അവിടെ എഴുതിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ 1ഉം പ്ലസ് 1ഉം ഈ -1ഉം ക്യാൻസൽ ചെയ്തു പോകും. ആൻഡ് എക്സ് പ്ലസ് എക്സ് ഇറ്റ് വിൽ ബി 2x. ഡിനോമിനേറ്റർ പാർട്ടിൽ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് അത് അങ്ങനെ തന്നെ എഴുതി. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഈ ലിമിറ്റ്. ഇനി നമുക്ക് ഫേർദർ ഇപ്പൊ ഇതുവരെ കിട്ടിയ സ്റ്റെപ്സിൽ നമുക്ക് ഇനി ഫേർദർ ആയിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഫേർദർ ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? യെസ്, ഈ എക്സും എന്ത് സംഭവിക്കും? ക്യാൻസൽ ചെയ്തു പോകും അല്ലെ? ബാക്കി എന്ത് മാത്രമേ ഉള്ളൂ? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 2 ബൈ റൂട്ട് ഓഫ് എക്സ് പ്ലസ് 1 റൂട്ട് ഓഫ് 1 മൈനസ് എക്സ്. ഇനി നമുക്ക് അവിടെ സിംപ്ലിഫിക്കേഷൻസ് ഒന്നും ചെയ്യാനില്ല. സോ അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 0 ലിമിറ്റ് പോയിന്റ് 0 നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ എന്ത് സംഭവിക്കും? 2 ബൈ റൂട്ട് ഓഫ് 0 പ്ലസ് 1 പ്ലസ് റൂട്ട് ഓഫ് 1 മൈനസ് 0 എന്ന് പറഞ്ഞിട്ട് വരും. അപ്പൊ എന്ത് സംഭവിക്കും? അപ്പൊ 2 ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് 0 1 ആണ്, 1 മൈനസ് 0 1 ആണ്. അപ്പൊ റൂട്ട് 1 എന്ന് പറയുന്നത് 1 ആണ് അല്ലെ? റൂട്ട് 1 എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് 1 എന്ന് പറയുന്നത് 1 തന്നെയാണ്. സോ എന്ത് സംഭവിക്കും? 1 പ്ലസ് 1 എന്ന് പറഞ്ഞിട്ട് വരും. ഡിനോമിനേറ്ററിൽ 1 പ്ലസ് 1 ഇറ്റ് വിൽ ബി 2 അല്ലെ? അപ്പൊ 2 ബൈ 2 എന്ന് പറഞ്ഞിട്ട് വരും. ആൻഡ് 2 ബൈ 2 ഇറ്റ് ഈസ് ദ ആൻസർ വിൽ ബി 1. ക്ലിയർ ആയോ? Is it clear for you all? Is there any doubts? No. ഓക്കെ ദെൻ. അപ്പൊ ഞാൻ നെക്സ്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ, റാഷണലൈസേഷന്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതൊന്ന് ട്രൈ ചെയ്യൂ. ഓക്കെ, യു ഹാവ് ടു ട്രൈ ദിസ് ആസ് ഹോംവർക്ക്. അതായത് അവിടെ ഈ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഞാൻ പറഞ്ഞു കോംപ്ലക്സ് ടേം ഏതാണോ അതിന്റെ കോൺജുഗേറ്റ് എടുക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇവിടെ നമുക്ക് ആകെ ഒരു കോംപ്ലക്സ് ടേം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ന്യൂമറേറ്ററിൽ. സോ അതിന്റെ കോൺജുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും. ഈ ക്വസ്റ്റ്യനിൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഹോംവർക്കിൽ ക്വസ്റ്റ്യനിൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കോംപ്ലക്സ് ടേംസ് ഉണ്ട്. ഒന്ന് ന്യൂമറേറ്ററിലും ഉണ്ട്, ഒന്ന് ഡിനോമിനേറ്ററിലും. രണ്ടും കോംപ്ലക്സ് ടേംസ് തന്നെയല്ലേ? അല്ലെ? റൂട്ടിൽ കിടക്കുന്ന ടേംസിലെ രണ്ടും കോംപ്ലക്സ് ടേംസ് ആണ്. അപ്പൊ ഇത് രണ്ടിന്റെയും കോൺജുഗേറ്റ് എടുത്തിട്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യണം. This is the hint given for you. അതെങ്ങനെയാണ് ചോദിച്ചാൽ ട്രൈ ചെയ്ത് നോക്കൂ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് കിട്ടുമോ നോക്കൂ. കിട്ടിയില്ലെങ്കിൽ എന്താ, തെറ്റിയാ പോട്ടെ, ഞാൻ അടുത്ത ക്ലാസ്സിൽ എന്തായാലും എക്സ്പ്ലെയിൻ ചെയ്ത് തരും. നിങ്ങൾക്ക് ട്രൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ ഒരു കാലിബർ നിങ്ങൾക്ക് അത് തിരിച്ചറിയാൻ പറ്റില്ലേ? So just try this question for yourself, and if it is wrong, leave it. I will be discussing it in the next class. Okay, so we will be learning again the new method. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യാം. ഞാനൊരു ഹിന്റ് തന്നിട്ടുണ്ട്. യു ഹാവ് ടു ടേക്ക് ദ കോൺജുഗേറ്റ് ഓഫ് ബോത്ത് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ആൻഡ് ദെൻ യു ഹാവ് ടു മൾട്ടിപ്ലൈ ഇറ്റ്. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ഓക്കെ ദെൻ. ഐ നോ യു ആർ സ്മാർട്ട്. ഓക്കെ, ട്രൈ ഇറ്റ്. ഓക്കെ, bye. See you in the next class. Bye.